എറണാകുളം കോട്ടുവള്ളിയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് കുടുംബം. പരാതിന്മേൽ പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടില്ല. അതേസമയം ആരോപണവിധേയരായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിനും ഭാര്യ ബിന്ദുവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ആശാബെന്നി ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പണം ആവശ്യപ്പെട്ട റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഭീഷണിപ്പെടുത്തിയെന്ന പരാതി പോലീസ് ഗൗരവപൂർവ്വം പരിഗണിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. അതുപോലെ തന്നെ അവർ പുറത്തു വെച്ച് അന്ന് CI സ്റ്റേഷനിൽ ചെന്ന് അവർ ഒത്തുചാരണ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തു വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക അസഭ്യവാക്കുകളും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒരൊറ്റ കാരണത്താലാണ് ചേച്ചി ജീവനെടുക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇനി ഇങ്ങനെ ഒരാൾക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും അതേസമയം പലിശയ്ക്ക് പണം വാങ്ങിയതിൻ്റെ പേരിൽ ആശയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും പ്രദീപ് കുമാറിനുമെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. മരിച്ച ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബിന്ദുവും പ്രദീപ് കുമാറും നിലവിൽ ഒളിവിലാണ്. ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ പണമിടപാടിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 10 ലക്ഷം വാങ്ങി 30 ലക്ഷം തിരിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്ന സംഭവത്തിൽ ഇത്ര വലിയ തുകയുടെ കൈമാറ്റം എങ്ങനെ നടന്നു എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. 2018 വരാപ്പുഴ കസ്റ്റഡി കൊലപാതകത്തിൽ മരിച്ച ശ്രീജിത്തിൻ്റെ ബന്ധുക്കളിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കേസിൽ പ്രതി കൂടിയാണ് ആരോപണ വിധേയനായ പ്രദീപ് കുമാർ. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കോട്ടുവള്ളി പുഴയിൽ ചാടി ആശാബെന്നി ആത്മഹത്യ ചെയ്തത്. അയൽവാസികളായ ബിന്ദുവിൻ്റെയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിൻ്റെയും ഭീഷണിയെ തുടർന്നായിരുന്നു ആത്മഹത്യ. ജനം, കൊച്ചി.